നിങ്ങളുടെ എനർജിയും മോട്ടിവേഷനൊക്കെ കുറയാനും അതുപോലെ മൂഡ് സ്വിങ് വരാനൊക്കെ കാരണം ഒരു പക്ഷേ നിങ്ങൾ അന്ന് രാവിലെ ചെയ്യുന്ന ബാഡ് ഹാബിറ്റുകളായിരിക്കാം. ഒരു ദിവസം നമ്മൾ എങ്ങനെയാണോ തുടങ്ങുന്നത് അതുപോലെ ആയിരിക്കും ആ ദിവസം മുഴുവനും. ഒരു പക്ഷേ ഞാനിനി പറയാൻ പോകുന്ന ഈ ബാഡ് ഹാബിറ്റ്സുകൾ നിങ്ങൾ അറിയാതെയാണെങ്കിൽ പോലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലെ കെമിക്കൽസിൽ അതിൽ വ്യതിയാനം കൊണ്ടുവരാനും അതുപോലെ തന്നെ സ്ട്രെസ്സ് വരാനും എനർജി ഡ്രെയിൻ ആവാനും അന്നത്തെ പ്രൊഡക്റ്റീവ് ലൈഫ് ഇല്ലാതാവാനൊക്കെ ഒരു കാരണമായിട്ട് തീരും. വെൽക്കം ടു ജയൻസ് ഹെൽത്ത് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പൊതുവെ ചെയ്യുന്ന 5 മോർണിംഗ് റുട്ടീനാണ്. അത് ബാഡ് മോർണിംഗ് റുട്ടീൻസ് ആണ്. അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ എണീറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റിമുലസ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയും അത് നമ്മുടെ തലച്ചോറിനെ പല തരത്തിലുള്ള ഇമോഷണൽ സ്റ്റേറ്റിലൂടെ കൊണ്ടുപോകാനും കാരണമാവും. ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇമോഷണൽ സ്റ്റേറ്റ് ചിലപ്പം നല്ലതായിരിക്കാം, നെഗറ്റീവായിരിക്കാം, ഹാപ്പി തരുന്നതായിരിക്കാം, അങ്ങനെ പലതരത്തിലായിരിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു പ്രതിഭാസം കൂടി സംഭവിക്കുന്നുണ്ട്. അതാണ് ഡോപ്പമീൻ ക്രാഷ് എന്ന് പറയുന്നത്. ഡോപ്പമീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ഒരു കെമിക്കലാണ്. ഈ ഒരു കെമിക്കൽ നമുക്ക് മൊബൈൽ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കിട്ടാം. കാരണം നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യപ്പെട്ട ഒരാളുടെ ഒരു എന്തെങ്കിലും പോസ്റ്റ് ആയിരിക്കാം. അത് നമുക്ക് ഓപ്പൺ ആക്കി ആ വീഡിയോ കാണുകയോ പോസ്റ്റ് വായിക്കുമ്പോഴോ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ സന്തോഷമുള്ള സമയത്ത് ഈ ഡോപ്പമിൻ എന്ന ആ ഒരു കെമിക്കൽ ആ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉയർന്നു നിൽക്കുകയായിരിക്കും. പക്ഷേ ആ ഒരു പോസ്റ്റോ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സ്ക്രോളിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഡോപ്പമിൻ്റെ അളവ് സഡനായി താഴോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഹാപ്പിനെസ്സിൽ നിന്നും മൂഡ് വളരെ പെട്ടെന്ന് ലോ ലെവലിലേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരാൾ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് പോയിട്ട് താഴോട്ട് ഇടുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അന്നത്തെ ദിവസത്തെ എല്ലാ മൂഡും നശിച്ചു പോകാൻ അല്ലെങ്കിൽ മോശപ്പെട്ടു പോകാൻ ആ ഒരു ശീലം തന്നെ ധാരാളമായിരുന്നു ചിലപ്പോൾ. അപ്പം രാവിലെ തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ്. അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ചുറ്റും നമുക്ക് നല്ലതായി കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമായി കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്യുക. ഇന്ന നല്ല കാര്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ്ഫുൾനെസ് ഇമ്പ്രൂവ് ചെയ്യാനും അത് സഹായിക്കും. കാരണം ചുറ്റുപാടിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ ട്രെയിൻ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ശീലമാണ് നമ്മൾ സൺലൈറ്റ് കൊള്ളാതിരിക്കുക, സൂര്യപ്രകാശം കൊള്ളാതിരിക്കുക എന്നുള്ളത്. നമ്മൾ സൺലൈറ്റ് കൊള്ളുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഈ ഒരു കെമിക്കൽ സൺലൈറ്റ് വഴി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് നമുക്ക് അന്നത്തെ ദിവസം മൊത്തം ഒരു എനർജി തരുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക. സാധാരണ ഇതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. പക്ഷേ അതിരാവിലെ തന്നെ ഇങ്ങനെ വെറും വയറ്റിൽ കോഫിയോ ചായയൊക്കെ കുടിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യരുത്. കാരണം ഒന്നാമത് ഗ്യാസ്ട്രിക് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രശ്നം കൂടാം. അതിനുപരിയായിട്ട് ഇതുണ്ടാക്കുന്ന പ്രശ്നം കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ രക്തത്തിൽ അളവിൽ കൂടുതലായിട്ട് നിലനിൽക്കും. ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ്സ് കൂട്ടുന്ന ഒരു ഹോർമോണാണ്, അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സ് കൂട്ടുന്ന ഒരു ഹോർമോണാണ്. അതിനുപരിയായിട്ട് ഇത് നല്ലതും കൂടിയാണ്. ചില സമയങ്ങളിൽ നമുക്ക് ചില ഈ കോംപ്ലക്സ് ടാസ്കുകൾ ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോൺ നമുക്ക് ശരീരത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കും. പക്ഷേ അതിരാവിലെ തന്നെ അത്രത്തോളം സ്ട്രെസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിരാവിലെ തൊട്ട് നിങ്ങൾ സ്ട്രെസ്ഫുൾ ഒരു ലൈഫിലേക്ക് പോകും. അത് മുഖേന വരുന്ന സ്റ്റേജിൽ നിങ്ങൾ എനർജി ഡ്രെയിൻഡായി പോകും, തളർന്ന് ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാവും ഈവനിങ് ആകുമ്പോഴേക്കും. അപ്പം അതിരാവിലെ തന്നെ കോഫി കുടിക്കാതെ അല്ലെങ്കിൽ ചായ കുടിക്കാതെ വെള്ളം കുടിച്ച് ശീലിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം. നാലാമത്തെ ഒരു പ്രശ്നമാണ് നമ്മൾ പല സമയങ്ങളിലായിട്ട് എണീക്കുന്ന ശീലം. എന്താണ് ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിലൊക്കെ രാത്രി കാലങ്ങളിൽ ഉൽപ്പാദിക്കുന്ന ചില കെമിക്കലും അതുപോലെ ഡേ ടൈമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കൽസുകളൊക്കെ ഉണ്ട്. കൃത്യമായ സമയത്ത് നമ്മൾ ഉറങ്ങുകയും കൃത്യമായ സമയത്ത് നമ്മൾ എണീക്കുകയും ഒക്കെ ശീലമാക്കുകയാണെങ്കിൽ ഇത്തരം കെമിക്കലുകളുടെ ഉൽപ്പാദനമൊക്കെ നല്ല എഫിഷ്യൻ്റായി നടക്കും. പക്ഷേ നമ്മൾ പല സമയങ്ങളിലായിട്ട് എണീക്കുകയും അതുപോലെ ഉറങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കെമിക്കലിൻ്റെ ഉൽപ്പാദനമൊക്കെ അത്ര എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അത് നമ്മുടെ മാനസിക നില അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം ഇനി അഞ്ചാമത്തെ ശീലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ രാവിലെ തന്നെ സ്ട്രെച്ച് ചെയ്യാതിരിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക, രാവിലെ തന്നെ എണീറ്റിട്ട് സാധാരണ റൂട്ടീനിലേക്ക് പോകുന്ന ശീലം മാറ്റിയിട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ ഡോപ്പമിൻ അതുപോലെ എൻഡോർഫിൻ എന്ന് പറയുന്ന കെമിക്കൽസിൻ്റെ അളവ് ഹെൽത്തി ആയ ലെവലിൽ അത് ഉയർത്താൻ സഹായിക്കും. അത് നിങ്ങളുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാനും ശരീരവേദനകൾ കുറക്കാനും അതുപോലെ സന്തോഷം കൊണ്ടുവരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കലുകളാണ്. അപ്പോൾ ഈ 5 ശീലങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഈ പറഞ്ഞ ബാഡ് ഹാബിറ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾ ചെയ്യാറുള്ളത് നോക്കെ കേട്ടോ. അതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.